ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ലീനിങ് വീഡിയോയുടെ രണ്ടാം പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഭരണി പ്രമാണിച്ചുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹാളിൽ തന്നെ കിടക്കുന്ന 2 ചെയർസാണ്. അത് ഇപ്പോൾ ഒരു പഴയ ചെയറാണ്. അപ്പോൾ നമ്മളത് നിറച്ച് പൊടി അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വെറുതെ തുടച്ചാലൊന്നും പോവില്ല. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു നന്നായിട്ടൊന്ന് വെള്ളം അടിച്ച് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 ചെയർസേ ഉള്ളൂ. അപ്പോൾ ഈ ചെയറിൽ അധികം ആരും ഇരിക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ പക്ഷേ ഭരണിക്കായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഇരിക്കാമല്ലോ. അപ്പോൾ നല്ല വൃത്തിയിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴുകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഭരണി നല്ല രീതിയിൽ ആഘോഷിക്കുക എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു കേട്ടോ. അതായത് കുറേ കാലം മിക്കവാറും നമുക്ക് ആരെങ്കിലും ആ ടൈമിൽ മരിക്കും, നമുക്ക് പെരയുണ്ടായിരിക്കും, നമുക്ക് ഭരണി ആഘോഷിക്കാൻ പറ്റാറില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആകെ ഒരു തവണയാണ് ഭരണി ആഘോഷിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം നല്ല രീതിയിൽ ആഘോഷിക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഒരു റിലേറ്റീവ്, അടുത്തൊരു റിലേറ്റീവ് മരിച്ചുപോയി. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഭരണിയില്ലേ, നമുക്ക് ഭരണി ആഘോഷിക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഭരണിക്ക് കുറേ പേര് 10-50 പേരൊക്കെ നമ്മുടെ വീട്ടിൽ വരും കേട്ടോ. ഇപ്രാവശ്യം ആരും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ചെറിയ വിഷമമാണ്. അപ്പോൾ അതങ്ങനെ ഞാൻ ആ ചെയറിൻ്റെ കുഷ്യൻസൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തിട്ട് അതൊന്ന് ഉണക്കാൻ വെച്ചോട്ടെ, വെയിലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഓരോ റൂമിലെയും കർട്ടൻസും കാര്യങ്ങളൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ താഴത്തെ റൂമിൽ തന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ബെഡ്റൂമിലത്തെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ളതാണ് അവിടെ. അപ്പോൾ അത് കാരണം ഞാൻ താഴത്തെ റൂമിൽ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ധ്രുക്കുട്ടേൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വിൻഡോസ് ഉണ്ട്. അപ്പോൾ അതിലത്തെ 2ലെയും എടുത്ത് ഞാൻ അപ്പം തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാനിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ജനലിൻ്റെ അഴികളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ട് നിറയെ പൊടികളുണ്ടാവും. ഇപ്പോൾ ഇത് എപ്പോഴും പറഞ്ഞാൽ മിക്കവാറും ജനലൊക്കെ അടച്ചിട്ടാണ് ഇടാറ്. ചിലപ്പോഴാണ് തുറക്കാറുള്ളൂ കേട്ടോ. ഈ ഒരു താഴത്തെ ആയതുകൊണ്ടും ഈ ഒരു വിൻഡോ ബാക്ക് സൈഡിലേക്ക് തുറക്കുന്നതായതുകൊണ്ടും നമ്മളങ്ങനെ അധികം തുറന്നിടാറൊന്നുമില്ല. അപ്പോൾ അത് കാരണം കുറേ പൊടികളുണ്ടാവും. പക്ഷേ ഇതൊരു കുട്ടി മിക്കവാറും ഇതിലിങ്ങനെ പിടിച്ച് നിൽക്കണ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് കാരണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഒരു നെറ്റ് പോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ, കൊതുകുകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉച്ച സമയം, ഇപ്പോൾ ഓരോ ദിവസം ആണ് ഞാൻ ഈ ക്ലീനിങ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്കല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞു 23-ാം തീയതിയാണ് ഭരണി ഇട്ടത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാരം കുറയുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കുറച്ചായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കാണുന്നതെല്ലാം ഒരൊറ്റയടിക്ക് ഞാൻ ചെയ്തിട്ടില്ല. കുറച്ച് ഓരോ ദിവസമായിട്ടാണ് ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും നമ്മുടെ ചുമരിലൊക്കെ നിറച്ച് ധ്രുക്കുട്ടി വരച്ചിട്ട സാധനങ്ങളാണ്. അപ്പോൾ അത് ഹാളിലായാലും ഇപ്പം ഞങ്ങളുടെ ബെഡ്റൂമിലായാലും ഈ റൂമിലേക്കായാലും ധ്രുക്കുട്ടി കുറേ വരച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം ഞാൻ ധൃതി പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ധ്രുക്കുട്ടിയുടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവിടെ നിന്ന് പമ്മി നടന്ന് വരുന്നത് ഞാൻ കണ്ടു കേട്ടോ. വേറെ ആരല്ല, എൻ്റെ കെട്ടിയവനായിരുന്നു. അപ്പോൾ ആൾ ഞാനിവിടെ വൃത്തിയാക്കുമ്പോൾ മറ്റേ ആ സൈഡിൽ വഴി കൂടെ പോയിട്ട് എന്നെ പേടിപ്പിക്കാനായിട്ട് നോക്കിയതാണ്. പക്ഷേ ഞാൻ ആൾ വരുന്നത് ഓൾറെഡി കണ്ടു. അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് ഞെട്ടിയില്ല. എന്നെ പേടിപ്പിച്ചതാണ് കണ്ടത്, പക്ഷെ ഞാൻ ഞെട്ടിയില്ല കേട്ടോ. അപ്പോൾ ആൾ മീനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെ ഇടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട് ജോലി സമയത്തുനിന്ന് കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കൊന്ന് വന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ 2 ജനലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ പുറം സൈഡിൽ അപ്പുറം ഭാഗത്തും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറമേ നിന്നുള്ള രീതിയിലും ആ ജനലിൻ്റെ വാതിലുകൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം എടുത്തിട്ട് തന്നെ വൃത്തിയാക്കുകയാണ് കേട്ടോ. പക്ഷേ അവിടെ കയറി നിൽക്കുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ ഏതൊരു ബക്കറ്റിൻ്റെ മേലേക്കാണ് കയറി നിന്നത്. പക്ഷേ ബക്കറ്റ് പൊട്ടും എന്നുള്ളൊരു പേടി കാരണം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ധ്രുക്കുട്ടി അമ്മയുടെ ഒപ്പമാണ്. അപ്പോൾ ഒരു ജനലിൻ്റെ ആ ഒരു ഡോറിൻ്റെ ഏകദേശം ഹാഫ് പോർഷൻ ഞാൻ താഴ്ത്തു നിന്ന് ചെയ്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു കയറി നിന്ന് തുടയ്ക്കാൻ കേട്ടോ. കുറച്ച് റിസ്കി പണിയായിരുന്നു. പക്ഷെ നല്ല നട്ടുച്ച വെയിലുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ ചെയ്താലാണ്, നല്ല വെയിലുള്ള കാരണം തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അത് കാരണം ആ ടൈമിൽ തന്നെ ചെയ്ത് ഈവനിങ്ങിലൊന്നും ചെയ്താൽ ശരിയാവില്ല, പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ അത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് അവിടെ കയറി നിന്നിട്ടൊക്കെയാണ് കേട്ടോ ആ ഡോറൊന്ന് എത്തിപ്പിടിച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായി. അപ്പോൾ സെറ്റായി. പിന്നെ അതവിടെ തുറന്നിട്ട ശേഷം കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു വെയിൽ മങ്ങുന്ന വരെ സമയം ഉണ്ടായിരുന്നു. അതൊന്ന് ഉണങ്ങി നല്ല മരമായതുകൊണ്ട് തന്നെ വെള്ളം
അപ്പോൾ നന്നായിട്ട് പറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ മറ്റേ സൈഡിലുള്ള അവിടെയും ബുദ്ധിമുട്ടായിരുന്നു, കാരണം അവിടെ കുറേ വിറക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി നിന്ന് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം വലിയ രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടു. കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല എനിക്ക്, കാരണം കുറേ വിറകുകൾ കൂട്ടിയിട്ടൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇത് കുട്ടി റൂമിലൊക്കെ വന്ന് നോക്കുന്നുണ്ട്, അമ്മയെ വാന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു ക്ലീനിങ് കഴിഞ്ഞ ശേഷം പിന്നെ പിറ്റേ ദിവസമാണ് അടുത്ത ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ റൂമിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അലമാരയെ പറ്റിയിട്ട്. ഈ അലമാരയുടെ മേലെ ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ കുട്ടിയിട്ട് കുറേ ആവശ്യമില്ലെന്ന് പറയാൻ പറ്റില്ല, കുറേ ടോയ്സ് കാര്യങ്ങളുണ്ട്, അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പണ്ട് ഇതുപോലെ അലമാരയും ഒരു ന്യൂസ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതുപോലെ പൊടി പിടിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി. അപ്പോൾ അങ്ങനെ ഇതാ അലമാര ഒരു സൈഡിലേക്ക് നീക്കി വെച്ചു. അപ്പോൾ അതിലിതാ ചേട്ടൻ്റെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ചേട്ടൻ യൂസ് ചെയ്യുന്ന ബാഗാണ്. അപ്പോൾ നമുക്കൊരു കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ പൊടി പിടിക്കില്ല, നമുക്ക് എപ്പോഴും അത്യാവശ്യം വന്നാൽ നമുക്കറിയാമല്ലോ ഈ ബോക്സിനുള്ളിലുണ്ടെന്ന്. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് അങ്കമാടിക്ക് പോകാൻ വേണ്ടി വാങ്ങിച്ച ബാഗാണ്, അതും ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇപ്പോൾ മൂപ്പരാൾ ഇപ്പോൾ അടുത്തൊന്നും പോകുന്നു തോന്നുന്നില്ല, അതിനൊരു 3 വയസ്സായിട്ട് അങ്കമാടിക്ക് പോയിടാന്നുള്ളൊരു ഡിസിഷനിലാണ് ഞങ്ങൾ. അപ്പോൾ അത് കാരണം അതുവരെ അവിടെ പൊടി പിടിക്കണ്ടല്ലോ, നല്ല ക്യൂട്ട് ബാഗാണ്. പിന്നെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ പേപ്പേഴ്സൊക്കെ കൊണ്ട്, പിന്നെ അത് കളയണ്ടതിന് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞ് ഇത് എടുത്ത് കൊടുക്കണ്ടേ, അപ്പോൾ അതും ഈ ബോക്സിലിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ടോയ്സ് ഇപ്പോൾ റീസെൻ്റ്ലി ഉപയോഗിക്കാത്ത ടോയ്സ് കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ടോയ്സുകളാണ് കേട്ടോ, അവളുടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇവളിപ്പോൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ ആ ബോക്സിലേക്ക് ഇടാൻ വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ കിടന്നിട്ട് നമുക്കും ബുദ്ധിമുട്ടാണ്, സ്ഥലവും ഇല്ല, ഇത് ഇങ്ങനെ കിടക്കുന്ന വലിച്ചു വാരി കിടക്കുന്നത് കാണാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടോയ്സ് മാത്രം കുറച്ച് ഒരു കവറിലെടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ആ ബോക്സിലാണ് വിചാരിച്ചു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിപ്പോൾ മോർണിംഗിലാണ് ചെയ്യുന്നത്. ഞാൻ മോർണിംഗിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട അത് ചെയ്തിട്ടുണ്ടാവട്ടെ, കാരണം നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സംഭവം ചെയ്തിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു കുട്ടി വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് വന്നപ്പോൾ പിള്ളേർക്ക് എല്ലാ ടോയ്സും അവൾക്ക് അത്യാവശ്യമായിട്ട്, അതങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും സാധനം എടുത്തേക്കാൻ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് അപ്പോൾ ഭയങ്കര അത്യാവശ്യമാവും. അപ്പോൾ ഒരു വിധം ഒതുക്കിയ ശേഷം ഞാൻ അലമാരയുടെ മേലെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തുടച്ച് വിടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു വയർ പോയിരിക്കുന്നത് ചേട്ടൻ്റെ ആ ടാങ്കിലേക്കുള്ള ഒരു ഫിൽറ്ററിൻ്റെ വയറാണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം അത് ഓൾറെഡി ഇപ്പോഴും പ്ലഗ് ഇൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അലമാരയുടെ ടോപ്പ് വശം നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഞാനൊരു ന്യൂസ് പേപ്പർ വിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ന്യൂസ് പേപ്പർ മാറ്റിയാൽ മതിയല്ലോ, പെട്ടെന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ബോക്സിനുള്ളെല്ലാം കയറ്റി വെച്ചിട്ട് ഞാൻ അത് സെല്ലോട്ട് പൊട്ടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ധ്രുവക്കുട്ടി അതിൻ്റെ മേലെ കയറലും ആ സെല്ലോട്ട് വലിച്ചുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ന്യൂസ് പേപ്പർ ഒട്ടിച്ച ശേഷം ഒരു സെല്ലോ ടേപ്പും വെക്കുന്നുണ്ട്, കാരണം കാറ്റ് നല്ല സ്പീഡിലാണ് ഫാനിടും ഇവിടെ, അപ്പോൾ പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അടിയിൽ നിറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വിടുന്നുണ്ട്. കാരണം കുറേ ദിവസം അങ്ങനെ ആ ബാഗ് അനക്കാണ്ട് വെച്ചിരിക്കലായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു കവർ കണ്ടത്. ഈ കവറിലും കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കുറേ കളിക്കുടുക്ക, ബുക്ക്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ബോക്സ്, വേറൊരു ബോക്സിന് ഈ ഒരു ബോക്സ് അതിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ അവിടുത്തെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഏകദേശം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റാൻഡാണ്, ഇതിങ്ങനെ നമുക്ക് അലക്കാള തുണികൾ അല്ലെങ്കിൽ ഒരു വട്ടം ഇട്ട തുണികളൊക്കെ നമുക്ക് അവിടെ ഇടാനുള്ള ഒരു സ്റ്റാൻഡാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ സ്റ്റാൻഡിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാലോ, അത് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം, കുറച്ചും കൂടിയും ആക്സസിബിൾ ആണെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോൾ ലൈറ്റ് തീരെ റൂമിൽ കിട്ടാത്ത പോലെ തോന്നിയിട്ട്, അപ്പോൾ ഞാൻ പിന്നെ സ്ഥലമൊന്നും മാറ്റിയിട്ട് തിരിച്ച് അവിടെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു. അങ്ങനെ ധ്രുവക്കുട്ടിയുടെ അലമാരിയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം അപ്പോഴേക്കും ധ്രുവക്കുട്ടി എന്തോ കാര്യം പറഞ്ഞ് വാശിയായപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് അടിച്ച് വാരി സെറ്റ് ചെയ്ത് അവളെ പോയി എടുത്തു. പിന്നെ അതിന് ശേഷം വേറൊരു ദിവസമുള്ള ഒരു സംഭവമാണത്. പിന്നെ ദിവസം ഞാൻ നമ്മുടെ ബെഡ്റൂമിലെ എന്താ പറയുക കർട്ടൻസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ബെഡ്റൂം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയിട്ട് വേഗം കർട്ടൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് അലക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ കണ്ടില്ലേ, ഇത് ഞാൻ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ധ്രുവക്കുട്ടി പക്ഷേ അതിനൊക്കെ ഓരോ കളറൊക്കെ വാരി തേച്ചിട്ട് അതിൻ്റെ ഒക്കെ ഭംഗി പോയി കേട്ടോ. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ആ ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അച്ഛൻ പെയിൻ്റ് അടിക്കാമെന്ന് വെച്ച സ്ഥിതിക്ക് നമുക്ക് അവിടെയും പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ടിലെ നമ്മുടെ ലിവിങ് ഏരിയയിൽ കർട്ടൻ, നമ്മളതിൽ നെറ്റ് കർട്ടൻ ഞാൻ ഓൾറെഡി കഴുകിയതാണ്. ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ
കണ്ടിട്ടുണ്ടാവും. ഞാനത് ഓൾറെഡി കഴുകിയിട്ടതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ജനൽ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനപ്പോൾ ഈ ടൈമിൽ ജനൽ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് അമ്മ വിളക്ക് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അപ്പോൾ ഒരു ബോക്സ്, ആവശ്യമില്ലാത്തൊരു ബോക്സ്, അതിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അതിൽ അത്യാവശ്യമുള്ള സാധനം തോന്നുന്നത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് എന്നിട്ട് വേഗം അവിടെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാവില്ല, പിന്നെയും ചളിയാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പണി സ്റ്റാർട്ട് ചെയ്ത കാരണം ഞാനത് നിർത്താൻ പോയില്ല, എന്തായാലും അത് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസമാണ് പെയിൻ്റ് അടിക്കാൻ ആൾക്കാർ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ അതും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ മെയിൻ കർട്ടൻസ് അത് അമ്മ കഴുകുകയാണ് ചെയ്തത് കേട്ടോ. പിറ്റേ ദിവസം കഴുകുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നെറ്റ് കർട്ടൻ നമ്മൾ ഓൾറെഡി വാഷിംഗ് മെഷീനിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ജനലങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർക്കുട്ടി ആ സമയത്ത് ഇവിടെ നിന്ന് പൂച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കാണലും അവർ ശുശ്രൂഷിക്കലൊക്കെയാണ് ദുർക്കുട്ടിയുടെ മെയിൻ പണി ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഓരോ അടിയിലും പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം വിശദമായിട്ട് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ചെയ്യുന്നൊരു പ്രവൃത്തിയില്ല, അത് കാരണം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഭരണി ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഭരണി ഇപ്രാവശ്യം കുറേ പേരൊക്കെ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭരണി ഇല്ലാത്തൊരു സങ്കടമായിട്ട് സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കുറേ പേര് വരും, അപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയിലിരിക്കണം അങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കൂടുതലൊരു ആവേശം ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കാരണം എന്തെങ്കിലും ആവേശം കാരണം കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് തീർന്നു പോയി. അത് കാരണം നന്നായി അത്. അപ്പോൾ അത് എന്തായാലും ഭരണി ഇല്ല, നമുക്കതൊരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നല്ലൊരു വ്ളോഗൊക്കെ എടുക്കണം. കാരണം ഭരണി എന്ന് പറയുന്നത് വല്ലാത്തൊരു, നമുക്കത് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇതാണ്. കാരണം കുറേ പേര് വീട്ടിലേക്ക് വരും, കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ. അപ്പോൾ അത് നല്ല രീതിയിലൊരു വീഡിയോ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഷോക്കായിരിക്കും കേട്ടോ. ആരും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ ഒരു അത്ര ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ലേ നോക്കുന്നുള്ളൂ. മറ്റു കുറേ പേര് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിശേഷങ്ങളും സന്തോഷമൊക്കെ വളരെ രസമായിരുന്നു അത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കി നോക്കാം. അപ്പോൾ അങ്ങനെ ഇത് ജനലിൻ്റെ വിൻഡോസ് ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിൻഡോസിന് കുറച്ച് ഞാനിത് ക്രിസ്മസിൻ്റെ സമയത്ത് എന്തോ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഒട്ടിച്ചിരുന്നു. അപ്പം അത് കാരണം ഇത്തിരി പശ പോലെ എന്തൊക്കെയുണ്ട്, അത് ഞാൻ കുറച്ച് തുടയ്ക്കാനൊക്കെ നോക്കി, പക്ഷെ പോയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിലെല്ലാം പൊടിയും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല വൃത്തിയിൽ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പെയിൻ്റ് അടിക്കുമെന്ന് പറഞ്ഞ കാരണം പിന്നെ നമ്മുടെ സോഫ ഞാൻ വാക്യൂം ചെയ്തില്ല. കാരണം പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ ഓൾറെഡി കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അവസാന സമയത്ത് വാക്യൂം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അന്ന് ചെയ്യാൻ നന്നായി ഇപ്പോൾ തോന്നി കേട്ടോ. അല്ലെങ്കിൽ പിന്നെയും പൊടിയൊന്നും ഞാൻ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടി വന്നേനെ. പിന്നെ നമ്മുടെ ഡൈനിങ് ഹാളിലത്തെ ജനലാണിത്. ഞാൻ ഓൾറെഡി അവിടത്തെയും കർട്ടൻസ് ഊരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടുത്തെ ജനലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു രാവിലെ ടൈം ആയതുകൊണ്ട് അപ്പോഴും ജനല പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ തന്നെയാണ് പണികളൊക്കെ മെയിനായിട്ട് രാവിലെയാണ് ചെയ്ത് തീർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആദ്യത്തെ ദിവസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ക്ലീനിങ്ങും ഒക്കെ ആ ടൈമിൻ്റെ അല്ലെങ്കിൽ ഭരണിയുടെ തൊട്ട് ദിവസങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വക കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കർട്ടൻസും കാര്യങ്ങളൊക്കെ വേഗം ഉണങ്ങിക്കിട്ടും ചെയ്യും. ഉണങ്ങിക്കിട്ടുമ്പോൾ ഒപ്പം തന്നെ ജനൽ നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെല്ലാ ജനലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുക്കളയിൽ ജനൽ ക്ലീൻ ചെയ്തിട്ടില്ല, അത് ലാസ്റ്റ് ടൈം ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 2 ദിവസത്തെ ക്ലീനിങ് പ്രോസസ്സാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ബാക്കി ക്ലീനിങ് പ്രോസസ്സ് എനിക്ക് തോന്നുന്നു മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം വലിയ വീഡിയോ ആകുമ്പോൾ കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കി കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഇങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ മതി വരിക്കും. ബൈ.